പാശ്ചാത്യ രാജ്യങ്ങളിൽ കണ്ടും കേട്ടും കൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോ നമ്മുടെ തൊട്ടടുത്ത് സംഭവിക്കുകയാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. കേരളത്തിലെ മുഴുവൻ ചാനലുകൾ അത് കാണിച്ചിട്ടുണ്ട്. ഒരു ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ ഈ പെൺകുട്ടികളെയൊക്കെ നമ്മൾ ഈ ഹണി ട്രാപ്പിൽ ഇപ്പൊ ആണുങ്ങളെ അങ്ങനെ വയസ്സായവരെ പ്രായമായവരെ ഒക്കെ അങ്ങനെ പെടുത്താറുണ്ട്. പക്ഷെ ഇവിടെ ഒരു പെൺകുട്ടി ഒരു ചെറുക്കനുമായി സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്യുന്നു, ഒരു യുവാവുമായി ചാറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ യുവാവിനെ കാണാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഹോട്ടലിലേക്കാണ് വിളിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടി അവനോടങ്ങ് ലൈംഗികമായി നമുക്ക് ബന്ധപ്പെടണമെന്നങ്ങ് പ്രേരിപ്പിക്കുകയാണ്. വഴങ്ങാതിരിക്കുമ്പോൾ ഇവളുടെ സുഹൃത്തുക്കൾ ഒരു 4-5 പേർ റൂമിലേക്ക് കയറി വരുന്നു. അതിനുശേഷം ഉപദ്രവിക്കുന്നു, നിർബന്ധിച്ച് ഇതിലേക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പറയുന്നു. അവനത് സമ്മതിക്കാതിരിക്കുമ്പോൾ തലയിലടിക്കുന്നു. മരിക്കാതെ രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യം കൊണ്ട്. പക്ഷെ എന്നെ അതൊന്നും അല്ല അമ്പരപ്പിച്ചത്. സാധാരണ നമ്മളൊരു കേസിലൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മുഖമൊക്കെ പുറത്ത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും ഒരു ഇതൊക്കെ തോന്നും. ഇത് നമ്മളാ വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു കൂസലും ഇല്ലാതെ ചിരിച്ച് കളിച്ച ഒരു പെൺകുട്ടി. അത് എത്ര പ്രായം വരും? വലിയ പ്രായമൊന്നും വരത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്താണ് സാർ ഇതൊക്കെ? ഇതിനപ്പുറവും സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം നമ്മുടെ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സുഖങ്ങളുടെ ലോകത്തേക്കുള്ള വിരൽ ചൂണ്ടി കൂടിയാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതിനകത്ത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് അതിൻ്റെ അധോലോകങ്ങളിൽ ധാരാളമായിട്ട് പരാമർശിക്കപ്പെടാറുമുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ ഇപ്പോൾ ലോകത്തിൻ്റെ തന്നെ ഒരു ജീവനുള്ള എല്ലാത്തിൻ്റെ ഒരു നിയമം അനുസരിച്ച് പുരുഷന്മാർക്കാണ് ഇതിന് സമ്പന്നമായിട്ടുള്ള ഹോർമോണുകൾ ഒക്കെ കൊടുത്തിട്ടുള്ളത്. അഡ്രിനാലിൻ, ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഇങ്ങനെ പ്രേരിപ്പിക്കുന്നതിനുള്ള ഹോർമോണുകളാണ്. വംശവർദ്ധനവിന് വേണ്ടിയിട്ടുള്ള ഹോർമോണുകൾ കൊടുത്ത് പുരുഷന്മാർ അല്ലെങ്കിൽ ഈ പുരുഷപ്രജകൾ, ഏത് മൃഗങ്ങളിലായാലും പുരുഷപ്രജകൾ പെൺപ്രജകളുടെ നേരെ പോവുക എന്നുള്ളതാണ് സാധാരണയായിട്ട് ബയോളജിക്കലായിട്ട് നമ്മൾ കണ്ടുവരുന്ന. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ തിരിച്ചിങ്ങോട്ടൊരു റിവേഴ്സൽ വരാറുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇതും സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഈ ഡിജിറ്റൽ അല്ലെങ്കിൽ ഈ മൊബൈൽ എന്ന് പറയുന്ന ആപ്പ് സ്വന്തമായിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടെങ്കിലും ഇങ്ങനെ സംഭവിച്ചതായിട്ട് നമ്മുടെ തറവാട്ട് ചരിത്രങ്ങളിലോ കുടുംബ ചരിത്രങ്ങളിലോ അല്ലാത്ത ചരിത്രങ്ങളിലോ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടുമില്ല, കേട്ടുമില്ല. പുരുഷനെപ്പോഴും അധികാര കേന്ദ്രമാണ്. അവനാണ് എപ്പോഴും പെണ്ണിനെ പിന്നാലെ നടക്കുന്നത്, പെണ്ണിനെ അടിമയാക്കുന്നതും എന്നുള്ള പുരുഷ കേന്ദ്രിതമായിട്ടുള്ള സമൂഹം എന്നൊക്കെ പറഞ്ഞാണ് ഫെമിനിസ്റ്റുകളെല്ലാം വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാത്രികൾ സ്ത്രീകളുടേത് കൂടിയാണ് എന്നാണ് ഈ ഫെമിനിസ്റ്റുകൾ മുഴക്കുന്ന മുദ്രാവാക്യം. ഇപ്പൊ പുരുഷന്മാർക്ക് അതെ, ഈ രാത്രി മാത്രമല്ല പകലും ഇപ്പൊ പുരുഷന് സുരക്ഷിതമല്ല എന്നുള്ളൊരു സ്ഥിതിയല്ലേ. തീരെ വയ്യാത്ത അംഗവൈകല്യം വലിച്ച ഒരാളിൻ്റെ മേൽ ഇതിങ്ങമാതിരി ഒരു അധിനിവേശമാകാമെങ്കിൽ നേരെ കണ്ടാലും കൊള്ളാവുന്ന നല്ല ആരോഗ്യമുള്ള യുവാക്കളുടെ കാര്യം പുരുഷന്മാർക്കും രക്ഷയില്ല, പകലും രക്ഷയില്ല. ഉദ്ദേശിച്ചത് ഈ സപ്ന എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. സപ്ന. ഇനി പേര് പറയാമല്ലോ, കാരണം പെൺകുട്ടി ഇതിന്റെ ഇരയല്ലെന്ന് അവള് തന്നെ സംസാരിക്കും. ഇരയല്ലോ, അവളെന്തോ പറയുന്നുണ്ടല്ലോ, അവള് ഒരു തമാശന് വേണ്ടി കാണിച്ചതാണെന്നോ. അല്ല, ഇവിടെ പിന്നെ ആൺകുട്ടിയുടെ പേര് പറയുന്നുണ്ട്, നമ്മൾ പറയുന്നില്ല കാരണം അവനാണില്ല, നമുക്ക് ആ പേര് പറയണ്ട. പെൺകുട്ടിയെ മുഖം മറച്ച് കൊണ്ട് നടക്കാമെങ്കിൽ അവന് സംസാരശേഷിയില്ല, ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയാണത്. അത് ചാറ്റ് ചെയ്ത് വന്ന് ആദ്യം പനമ്പള്ളിയിൽ ഒരു ഹോട്ടലിലേക്ക് വിളിക്കുന്നു, വൈപ്പിൽ കാണാമെന്ന് പറയുന്നു. പിന്നീട് പനമ്പള്ളിയിൽ ഒരു ഹോട്ടലിലേക്ക് വരാൻ പറയുന്നു. അവിടെ ചെന്ന് ആ കുട്ടി, ഈ പെൺകുട്ടിയോട് ചിലപ്പോൾ ഒരു പ്രണയം തോന്നിയായിരിക്കാം ആ പയ്യൻ വരുന്നത്, പ്രണയം തോന്നിയായിരിക്കാം ആ യുവാവ് വരുന്നത്. വന്നു കഴിയുമ്പോൾ അവനോട് പറയുകയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, ഇല്ലെങ്കിൽ പിന്നെ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ആ യുവാവ് ഒരു തരത്തിലും സമ്മതിക്കാതെ വരുമ്പോൾ അവനെ തലക്കടിച്ച് കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇതൊക്കെ നമ്മൾ കേരളത്തിലൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. കാരണം ഇപ്പോൾ പണം ഉണ്ടാക്കാൻ എന്ത് വഴിയും തിരഞ്ഞെടുക്കാം എന്നുള്ളത്. ഇതിലും നല്ലത് തുണി അഴിച്ച് റോഡിൽ ചെന്നിരിക്കുന്നതാണ്. ഇതിലും മാന്യമായ പ്രവൃത്തി എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോൾ നമുക്കിടയിൽ ഒരുപാട് ലൈംഗിക തൊഴിലാളികളുണ്ട്. നളിനി ജമീല എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവർ പുസ്തകമൊക്കെ ലൈംഗിക തൊഴിലാളിയാണ്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള സ്ത്രീ അവരാണ്. കാരണം അവരത് അതിൻ്റെതായ രീതിയിൽ ആ തൊഴിലിനെ അവർ എങ്ങനെയാണ് അവർ കണ്ടത്, എങ്ങനെയാണ് അതിനെ കൊണ്ടുപോയത്,
മാന്യമായ രീതിയിൽ ലൈംഗിക തൊഴിൽ ചെയ്യാം എന്ന് കാണിച്ചു തന്നൊരു സ്ത്രീയാണ് അവരുടെ ജോലി അതായിരിക്കാം, അത് അവർ തിരഞ്ഞെടുത്തതാണ്, അവരുടെ ജീവിത പശ്ചാത്തലം അങ്ങനെയായിരുന്നു, അതിലൂടെ അവരതിലെത്തി, അവരതിൽ കൃത്യമായി അവർ പണം ഉണ്ടാക്കുന്നത് ആ വഴിയാണ്, അവരാരെയും പറ്റിച്ചും വെട്ടിച്ചും അല്ല, അവർക്ക് അവരുടെ ജീവിത സാഹചര്യമാണ് അവരെ അതിൽ കൊണ്ടെത്തിച്ചത്. ഇത് വീട്ടിൽ പണം ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ ലഹരി ഉപയോഗിക്കുക, അല്ലെങ്കിൽ മറ്റു വഴികൾ തേടുക, ഇതുപോലെ കുറെ പിന്നെ എന്താ പറയുക, ശാരീരികമായി ലൈംഗികമായി ആണുങ്ങളെ വീഴ്ത്തിക്കൊണ്ട് ഇങ്ങനത്തെ വൃത്തികെട്ട ഈ ചിന്താഗതികൾ ഈ കുട്ടികൾ മാറ്റാറായില്ലേ എന്നുള്ളതാണ്. ഒരു കൂസലുമില്ല, ചിരിച്ച് വർത്താനം പറഞ്ഞ് എന്തോ ബഹുമതി വാങ്ങാൻ പോകുന്നത് പോലെയാണ്. സാറ് വീഡിയോ കാണുന്നില്ലേ? ബഹുമതി വാങ്ങാൻ പോകുന്ന, എന്തോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വീരചക്രം വാങ്ങാൻ പോകുന്നത് പോലെയാണ് ഇവളുടെയൊക്കെ നിപ്പ് കണ്ടാൽ. ഇവളെയൊക്കെ മാത്രമല്ല, വേറെ 4 പേരും കൂടി ചേർന്ന് 5 പേര് ചേർന്നിട്ടുള്ള ഒരു കൂട്ട ബലാത്സംഗത്തിനുള്ള ശ്രമമാണ് അവിടെ നടന്നത്. ഈ പയ്യൻ വഴങ്ങാത്തത് കൊണ്ട് മാത്രമാണ് നടന്നത്. അപ്പോൾ നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോഴിയെ വെച്ചുമൊക്കെ പ്രകടനം നടത്തി ഇനി പുരുഷന്മാരെല്ലാം കൂടി, യുവാക്കളല്ല, അംഗവൈകല്യം ബാധിച്ചവരും എല്ലാം ചേർന്നുള്ള വൻപട നമ്മുടെ നഗരങ്ങളിലൂടെ, നിരത്തുകളിലൂടെ അവരുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയും പ്രകടനം നടത്തേണ്ടതില്ലേ? ഈ സ്വപ്ന എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഇതിൻ്റെ കർത്താവെന്നാണ് നേതൃത്വം വഹിച്ചത്. ഈ സ്വപ്ന എന്ന പെൺകുട്ടിക്കെതിരെ പ്രതിഷേധം ഉണ്ടാവേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ അതെ, ഒരു വശം ഇങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ മറുവശവും പ്രതിഷേധിക്കേണ്ടതല്ലേ? പുരുഷന്മാർ അവരുടെ ചാരിത്രം സംരക്ഷിക്കാൻ വേണ്ടി ഇനി രംഗത്തിറങ്ങേണ്ട ഒരു കാലഘട്ടത്തിലേക്കല്ലേ ഈ സൂചനകളൊക്കെ നമുക്ക് നൽകുന്നത്? ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാത്ത കഥകൾ, കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ഒരു രസത്തിന് വേണ്ടിയായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ആൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള പക്ഷെ അതൊന്നും വളരെ പ്രചാരത്തിലല്ലേ. എപ്പോഴും സ്ത്രീകളാണ് എപ്പോഴും ഒതുങ്ങി ഈ കാര്യത്തിൽ, സ്ത്രീകളാണ് എപ്പോഴും പുരുഷന്മാരാണ് എപ്പോഴും വേണ്ടക്കാരൻ. കാലം എത്ര മാറിയാലും സ്ത്രീയും പുരുഷനും സമത്വമാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു വന്നാലും പിന്നെ ഈ ഇപ്പോഴത്തെ ഞാൻ ഈ പറഞ്ഞ 2 ഹോർമോൺസ് അവർ തമ്മിലുള്ള സമത്വത്തെ ഇവിടെ ഹോർമോൺസ് ഒക്കെ നമുക്ക് അത് ശാരീരിക അതൊക്കെ അത് മാറ്റി നിർത്താം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പിന്നെ ഒന്നിലധികം സ്ത്രീകളോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകളോടോ അല്ലാത്ത സ്ത്രീകളോടോ ഒക്കെ അയാൾ പെരുമാറിയാൽ അയാൾക്കെതിരെ പിന്നെ എന്താ പറയുക, ആക്രോശിച്ചുകൊണ്ട് ഓടിയെടുക്കുന്ന ഫെമിനിസ്റ്റുകളെ സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരി, രാഹുൽ മാങ്കൂട്ടം നീചനാണ്, കോഴിയാണ്, വൃത്തികെട്ടവനാണ്, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നവനാണ്, സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി കാണുന്ന, എല്ലാം ശരിയാണ്. നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല. ഇപ്പൊ നമ്മളൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ആ സ്ഥാപനത്തിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയോട് വളരെ മോശമായ രീതിയിൽ ലൈംഗികമായ ഉദ്ദേശത്തോടു കൂടി ചാറ്റ് ചെയ്യുന്നു, ലൈംഗിക ചുവയോടെ നോക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ അവനെ നമ്മൾ ചേർത്ത് പിടിക്കും. അതെന്താണെന്നറിയാമോ? നമ്മുടെ കൊളീഗാണ് അവൻ. മറ്റിടത്ത് നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവനാണ്, അവനെ നമ്മൾ വലിച്ചു കീറി ചുമരിലൊട്ടിക്കും. ഈ മാധ്യമ പ്രവർത്തകനെ നമ്മൾ ചേർത്ത് പിടിക്കും. എനിക്ക് പലപ്പോഴും ഇതിന്റെ ഒരു വശം മനസ്സിലായിട്ടില്ല. അത് നമ്മുടെ എന്ന് വെച്ചാൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കണം, അല്ലെങ്കിൽ ചവിട്ടാൻ പോകരുത്. ഇത് 2 വള്ളത്തിലും കൂടെ കാല് ചവിട്ടി ഇവിടെ പീഡിപ്പിച്ചവൻ നമ്മുടെ സുഹൃത്താണെങ്കിലോ പിന്നെ അവന്റെ രാഷ്ട്രീയത്തോട് നമുക്ക് ഒത്തു നിൽക്കാൻ കഴിയുന്നതാണെങ്കിലോ നമ്മൾ അവനെ ചേർത്ത് പിടിക്കും. ഇപ്പുറത്ത് നിൽക്കുന്നവൻ നമ്മുടെ സുഹൃത്തല്ല, അവന്റെ രാഷ്ട്രീയമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ അവൻ നമ്മുടെ ശത്രുവാണ്. രാഷ്ട്രീയമായ ആക്രമണം. ഞാൻ വേറൊരു കാര്യം കൂടെ അവസാനമായിട്ട് പറയും. ഇതിപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ല. നിംഫോമാനിയ എന്ന് പറഞ്ഞൊരു അതൊരു രോഗമാണ്. സ്ത്രീകൾക്ക് അമിതമായ ആസക്തി പുരുഷന്മാരോട് തോന്നുക എന്നുള്ളൊരു നിംഫോമാനിയ എന്ന് പറഞ്ഞൊരു നിംഫോമാനിയ സോഷ്യലായിട്ട് അവർക്ക് എന്തുമാകാവുന്ന ഒരു തോന്നലിലേക്ക് ഫെമിനിസം അവരെ നയിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു തിക്തഫലമാണ് ഈ വയ്യാത്തവനെ വിളിച്ചിട്ട് എന്നാൽ പിന്നെ ആവുന്നവരെ ആരെങ്കിലും ആയിക്കൂടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ എന്തിനുള്ള പുറപ്പാടാ? പിടക്കോഴി പോകുന്ന നൂറ്റാണ്ടെന്ന് എല്ലാ പെണ്ണുങ്ങളെയും പറയരുത്, പറയത്തില്ല. ഞാൻ ധന്യ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അതല്ല, പിടക്കോഴി പോകുന്ന നൂറ്റാണ്ട് എന്ന് പറയുന്നത് കൊള്ളാം. ഇത് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അതെ ഇങ്ങനെ അതെ നേരം വെളുക്കുകയല്ല, ഇരുട്ടായിരിക്കും എപ്പോഴും.